പവിത്ര സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡാണ് കേട്ടോ പറയുന്നത്. വിക്രത്തിൻ്റെ വീട് ജപ്തി ചെയ്യാനായിട്ട് നാളെ ബാങ്കിൽ നിന്ന് ആളുകൾ വരികയാണ്. വിക്രത്തിൻ്റെ അച്ഛനാണെങ്കിൽ വാസകനുമായിട്ടുള്ള പ്രശ്നം കാരണമല്ലേ വീട് ജപ്തി ഇത്ര നേരത്തെ ആയത്, നീ കാരണമാണ് ഈ വീടിന് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നൊക്കെ പറഞ്ഞ് വിക്രത്തിനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ. അങ്ങനെ കഴിക്കാനിരുന്ന വിക്രം ഊണ് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി മുറിയിലേക്ക് പോവുകയാണ്. അങ്ങനെ അമ്മ പറയാണ്, വിക്രം നീ കഴിച്ചിട്ട് പോയെന്നൊക്കെ ഇങ്ങനെ പറയണം. അങ്ങനെ വിക്രം പറയാണ്, എന്നെ ആരും ഈ വീട്ടിൽ മനസ്സിലാക്കുന്നില്ല, അവന് നല്ല അടിയുടെ കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ അവനെ അത്രത്തോളം ഉപദ്രവിച്ചത് എന്നുള്ള കാര്യത്തെ പറ്റിയൊക്കെ അവനിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, മോനെ നമ്മുടെ വീട് അച്ഛൻ്റെ വിഷമം കൊണ്ടല്ലേ പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ വിക്രം പറയുന്നത്, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് വിക്രം പറയാൻ കേട്ടോ. അങ്ങനെ വിക്രം പറയാണ്, അവനെ വാസകനെ കൊന്നിട്ടാണെങ്കിലും ഈ വീടിൻ്റെ ജപ്തി ഞാൻ ഒഴിവാക്കിയിരിക്കും എന്ന് പറഞ്ഞ് അവൻ മുറിയിലേക്ക് പോവുകയാണ്. വിക്രത്തിൻ്റെ അമ്മയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ വേദ വിക്രത്തിൻ്റെ പുറകെ പോകുന്നുണ്ട്. എന്നിട്ട് വിക്രം അമ്മേനെ അച്ഛനെ കൂടുതൽ വിഷമിപ്പിക്കരുത്, വിക്രം എന്താ ഇപ്പോൾ അവിടെ നിന്ന് പറഞ്ഞിട്ട് പോയത്, വാസകനെ കൊല്ലുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ട് പോയത്, അത് വീണ്ടും വീണ്ടും അച്ഛനെ അമ്മയും തോൽപ്പിക്കുകയല്ല വിക്രം ചെയ്യുന്നത്, ഇനിയും തെറ്റുകളിലൂടെ കടന്നു പോകരുത് എന്നൊക്കെ വേദ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് വിക്രത്തിലൂടെ. അതുപോലെ തന്നെ അവൾ ചോറൊക്കെ വിളമ്പിക്കൊണ്ട് വിക്രത്തിന് കൊടുക്കുന്നുണ്ട്, കഴിക്ക്, അത്താഴത്തിൻ്റെ മുന്നിൽ നിന്ന് എണീറ്റ് പോയത് ഒട്ടും ശരിയായില്ല എന്നൊക്കെ ഇങ്ങനെ വിക്രത്തിലൂടെ പറയാണ്. വിക്രമാണെങ്കിൽ എനിക്ക് അത്രത്തോളം വിഷമം വന്നത് കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് എണീറ്റ് പോകുന്നത് എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ വേദയാണെങ്കിൽ വിക്രത്തിനെ നിർബന്ധിച്ചുകൊണ്ട് കഴിക്കാനായിട്ട് പറയുകയാണ്. വിക്രം കഴിച്ചില്ലെങ്കിൽ വിക്രത്തിൻ്റെ അമ്മയും കഴിക്കത്തില്ല. അമ്മയാണെങ്കിൽ ഒരുപാട് ഗുളികയും മരുന്നുകളൊക്കെ കഴിക്കുന്നതാണ്, അമ്മയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ക്ഷീണമൊക്കെ കാണും, ആഹാരം കൂടെ കഴിച്ചില്ല എങ്കിൽ അമ്മ ആകെ തളർന്നു പോകും എന്ന് പറഞ്ഞിട്ട് വിക്രത്തിനെ കൊണ്ട് അവൾ ആഹാരം കഴിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് വിക്രത്തിൻ്റെ അമ്മ മുറിയുടെ വാതിക്കൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അവൻ കഴിക്കുന്നത് കണ്ടിട്ട് നിറഞ്ഞ മനസ്സോടുകൂടി തന്നെ അവിടെ നിന്ന് ഇറങ്ങി മുറിയിലേക്ക് ചെന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് അദ്ദേഹം, അതായത് മാഷ്, കമലം, നമ്മൾ ഈ വീട് വാങ്ങിച്ച സമയം നിനക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഒക്കെയല്ലേ ഈ വീട് നമ്മൾ ഉണ്ടാക്കിയത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു, നാളെ വാസകൻ്റെ വീട്ടിലേക്ക് ഞാൻ പോവുകയാണ്, അയാളുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഞാൻ ഈ വീടിൻ്റെ ജപ്തി ഒഴിവാക്കും എന്നിങ്ങനെ പറയാൻ കേട്ടോ. എൻ്റെ അഭിമാനം ഒന്ന് നോക്കി ഇരുന്നിട്ട് ഒരു കാര്യമില്ല, നമ്മുടെ വീട് പോകുന്നതിനേക്കാൾ വലുതൊന്നും അല്ലല്ലോ എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ വിക്രത്തിൻ്റെ അമ്മയാണെങ്കിൽ, മാഷി ഇത്രയും നാളും നല്ല അന്തസ്സോടും അഭിമാനത്തോടു കൂടിയല്ലേ ജീവിച്ചത്, ഇനി ഈ പ്രായത്തിൽ അയാളെ പോലുള്ള ഒരുത്തൻ്റെ കാലൊന്നും മാഷി പിടിക്കാനൊന്നും പോവണ്ട എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഇമോഷണൽ സീനൊക്കെ കാണിക്കുകയാണ്. പിന്നെ നന്ദിനിനെ വിനായകനെയും കാണിക്കുന്നുണ്ട്, അവരും വീടിൻ്റെ ജപ്തിയെക്കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ അനിയനിൽ ഒരു പ്രതീക്ഷയുണ്ട്, അവനാണെങ്കിൽ വാസകനെ കൊന്നിട്ടാണെങ്കിൽ ഈ ജപ്തി ഒഴിവാക്കും എന്നൊക്കെയല്ലേ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ഈ ആ കാര്യം നല്ലത് തന്നെ, അവൻ പറഞ്ഞത് തന്നെ നടന്നാൽ മതിയായിരുന്നു, അതാവുമ്പോൾ വീടിൻ്റെ ജപ്തിയും ഒഴിവാകും, നിങ്ങളുടെ അനിയൻ ജയിലിലേക്കും പോകും, ആ വേദ തിരികെ വീട്ടിലേക്കും പോയിക്കോളും എന്നിങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ വിനായകനാണെങ്കിൽ നന്ദിനി പറയുന്നതൊക്കെ ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ അവളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നാളെ പവിത്രം സീരിയലിൽ എന്താണ് നാളത്തെ ജപ്തി നടക്കുകയില്ലയോ എന്നൊക്കെ കണ്ടറിയാം.